നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണല്ലോ. ടോസ് ലഭിച്ചപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, ഓപ്പൺ ചെയ്യുന്നത് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമാണെന്ന്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു, അഭിഷേകും ഇഷാനും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു സൂചനയാണ്, വേൾഡ് കപ്പിലേക്കുള്ള സൂചനയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. സൂര്യ ടോസ് കിട്ടിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യ വിൽ ബാറ്റ് ഫസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ദർ വിൽ ബി ഡ്യൂ ഓൺ ലേറ്റർ, ദി പിച്ച് ലുക്സ് ഗുഡ്, സോ വാണ്ട് ടു ചലഞ്ച് ദി ബൗളേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡ്യൂ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോസ് കിട്ടിയിട്ട് ഡ്യൂ ഉള്ള കണ്ടീഷനിൽ ആദ്യം ബൗൾ ചെയ്യാനുള്ള തീരുമാനിക്കുന്നത്. ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ബൗളേഴ്സിന് ഒരു ചലഞ്ച് കൊടുക്കുക, അത്തരം കണ്ടീഷനുകളിൽ എങ്ങനെ കളിക്കാൻ പറ്റും എന്നുള്ളതിന്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, കിഷൻ ആൻഡ് അഭിഷേക് വിൽ ബി കമ്മിങ് ഔട്ട് ടു ഓപ്പൺ ടുഡേ എന്നാണ്. തീർച്ചയായിട്ടും അതിൽ ഒരു സംശയം വേണ്ട. ഇത് ഒരു ബിഗ് കോളാണ്, സംശയമേ ഇല്ല. രണ്ട് ലെഫ്റ്റ് ഹാൻഡർമാർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എത്തുന്നു. ഇത് അവർ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ കളി നടക്കുകയാണല്ലോ, അവർ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം വേൾഡ് കപ്പിലേക്കുള്ള ടെസ്റ്റിംഗ് ആണ്. വേൾഡ് കപ്പിൽ ഇവർ രണ്ടുപേരും തന്നെ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ന്യൂസിലാൻഡിനെതിരെയുള്ള 5 മത്സരങ്ങളുടെ പരമ്പരയിൽ സഞ്ജു സാംസണാണ് അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യാൻ എത്തിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ടീം ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് മാറി ചിന്തിക്കുന്നു എന്ന സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.